പ്രിയപ്പെട്ടവരെ, മനാസെ അഥവാ ക്രിസ്തീയ ക്ഷമ ആഴപ്പെട്ട പഠനമാകയാൽ നേരിട്ട് നമുക്ക് വിഷയത്തിലേക്ക് പ്രവേശിക്കാം. 1. ക്രിസ്തീയ ക്ഷമ എന്നാൽ എന്ത്? വിശുദ്ധ ഗ്രന്ഥത്തിൽ ദൈവരാജ്യത്തെക്കുറിച്ചുള്ള പ്രസംഗമധ്യേ വ്യത്യസ്ത സ്ഥലങ്ങളിൽ വിവിധ അർത്ഥങ്ങളിൽ ഈശോ ഉപയോഗിക്കുന്ന പ്രധാനപ്പെട്ട ഒരു പ്രതീകമാണ് പുളിമാവ്. ദൈവരാജ്യ വ്യാപനത്തെ സൂചിപ്പിക്കാൻ മത്തായി 13:33 ഫരിസേയരുടെയും സദ്ദുക്കാരുടെയും കപടതയെ വിമർശിക്കാൻ മത്തായി 16:6 ഈശോ ഈ പ്രതീകം ഉപയോഗിക്കുന്നത് കാണാം. വിശുദ്ധ പൗലോസാകട്ടെ കൊറിന്തോസ്കാർക്ക് എഴുതിയ 1-ാം ലേഖനത്തിൽ 5-ാം അധ്യായം 6 മുതൽ 8 വരെയുള്ള വാക്യങ്ങളിൽ തിന്മയെയും അശുദ്ധിയെയും ആത്മപ്രശംസയെയും സൂചിപ്പിക്കാൻ ഈ പദം ഉപയോഗിച്ചിരിക്കുന്നു. ഇവിടെ വിഷയാധിഷ്ഠിതമായി പുളിമാവ് എങ്ങനെയാണ് മാവിൽ പ്രതിപ്രവർത്തനം നടത്തുന്നത് എന്ന് നമുക്ക് നോക്കാം. അപ്പം ചുടാനായി അമ്മച്ചിമാര് തലേ ദിവസം അരി പൊടിച്ച് മാവ് ഉറങ്ങാൻ പോകുന്നതിന് മുൻപായി കലക്കി വയ്ക്കും. ചേരുവകളെല്ലാം ആവശ്യത്തിന് ചേർത്ത് വെച്ച ശേഷം അതിൽ ഒടുവിലായി ചേർത്തിളക്കുന്ന ഒരു വസ്തുവുണ്ട്. നിങ്ങൾക്കറിയാം, ഈസ്റ്റാണത്, അഥവാ പുളിമാവ്. ഇങ്ങനെ ഇളക്കി മൂടിവെച്ചാൽ നന്നായിട്ട് അറിയാവുന്ന അമ്മച്ചിയാണത് ചെയ്തതെങ്കിൽ പിറ്റേ ദിവസം പ്രഭാതത്തിൽ ആ മാവിൽ 2 വ്യതിയാനങ്ങൾ സംഭവിച്ചിട്ടുണ്ടാകും. ഒന്നാമത്തേത് ബാഹ്യമാണ്, രണ്ടാമത്തേത് ആന്തരികവും. എന്താണതിൽ സംഭവിച്ച ബാഹ്യമായ വ്യതിയാനം? രാത്രിയിൽ അമ്മ മാവ് കലക്കി വെച്ചപ്പോൾ കലത്തിൽ കഷ്ടി അരക്കലം മാവേ ഉണ്ടായിരുന്നുള്ളൂ. രാവിലെ നോക്കുമ്പോൾ ഇതാ കലം നിറഞ്ഞ് കവിഞ്ഞ് തൂവിയിരിക്കുന്നു. അതെ, അതിൻ്റെ അളവിൽ വ്യത്യാസം വന്നിരിക്കുന്നു. ഈ മാറ്റം ബാഹ്യമാണ്, നമുക്ക് ഗോചരമാണ്. ഇനി എന്താണ് മാവിൽ വന്ന ആന്തരിക മാറ്റം? രാത്രിയിൽ അമ്മച്ചി മാവ് കലക്കി വെച്ചപ്പോഴുണ്ടായിരുന്ന രുചിയല്ല രാവിലെ അതിനുള്ളത്. മാവ് മൃദുവാവുകയും രുചിഭേദം വരികയും ചെയ്തിരിക്കുന്നു. ഈ രുചിഭേദം ആന്തരിക വ്യതിയാനമാണ്. ഇത് ഗോചരമല്ല, അഗോചരമാണ്. ചുരുക്കത്തിൽ പുളിമാവ് മാവിനെ പുളിപ്പിക്കും, പൊന്തിക്കും. ഒരുമിച്ച് പറഞ്ഞാൽ പുളിച്ചു പൊന്തും. ക്ഷമയെന്ന പുളിമാവ് മനുഷ്യഹൃദയങ്ങളിൽ ചേർത്ത് വെച്ചാൽ ഇതുപോലെ ആന്തരികവും ബാഹ്യവുമായ വ്യതിയാനങ്ങൾ ജീവിതത്തിലുണ്ടാവും, ഉറപ്പ്. ക്ഷമ ശരീരത്തിൽ ബാഹ്യമായി പ്രകടമായ വ്യത്യാസങ്ങൾ വരുത്തും. ശുശ്രൂഷാ ജീവിതത്തിൽ അനേകം സഹോദരങ്ങളെ ഞാൻ കണ്ടിട്ടുണ്ട്. ഇറുകി മുറുകിയ കവിളുകളുള്ള, ജ്വലിക്കുന്ന കണ്ണുകളോടും തീക്ഷ്ണമായ മുഖഭാവത്തോടും കൂടി ജീവിക്കുന്നവർ. ഉൽപ്പത്തി 4 5 മുതൽ 7 വരെ നാം വായിക്കുന്നു, ഇത് കായനെ അത്യധികം കോപിപ്പിച്ചു, അവൻ്റെ മുഖം കറുത്തു. കർത്താവ് കായനോട് ചോദിച്ചു, നീ കോപിച്ചിരിക്കുന്നത് എന്തുകൊണ്ട്? നിന്റെ മുഖം വാടിയിരിക്കുന്നത് എന്തുകൊണ്ട്? ഉചിതമായി പ്രവർത്തിച്ചിരുന്നെങ്കിൽ നീയും സ്വീകാര്യനാകുമായിരുന്നില്ലേ? നല്ലത് ചെയ്യുന്നില്ലെങ്കിൽ പാപം പടിവാതിൽക്കൽ കാവൽ നിൽക്കുന്നുണ്ടെന്ന് ഓർമ്മ വേണം. അത് നിന്നിൽ താല്പര്യം വെച്ചിരിക്കുന്നു, നീ അതിനെ കീഴടക്കണം. എപ്പോഴാണ് കായൻ്റെ മുഖം കറുത്തത്? ആബേലിൻ്റെ ബലിയിൽ ദൈവം സംപ്രീതനായപ്പോൾ അവൻ്റെ ഹൃദയം നീരസം കൊണ്ട് നിറഞ്ഞു, മുഖം കോപം കൊണ്ട് ജ്വലിച്ചു. ദാനിയേൽ 3:19 കോപം കൊണ്ട് നിറഞ്ഞ നെബൂഖദ്നെസ്സാറിൻ്റെ മുഖഭാവം മാറിയെന്ന് നാം വായിക്കുന്നു. വിലാപങ്ങൾ 4:1 സ്വർണമെങ്ങനെ മങ്ങിപ്പോയി, തങ്കത്തിനെങ്ങനെ മാറ്റം വന്നു. 2-ാം തിരുവചനം, സിയോന്റെ അമൂല്യരായ മക്കൾ, തങ്ങളുടെ തൂക്കത്തിനൊപ്പം തങ്കത്തിന് വിലയുള്ളവർ, കുശവന്റെ കരവേലയായ മൺപാത്രം പോലെ ഗണിക്കപ്പെട്ടതെങ്ങനെ? നമ്മുടെ പ്രഭ മങ്ങിപ്പോയ മുഖവും മൺപാത്രം പോലെ കരുവാളിച്ച മാംസപേശികളും അയഞ്ഞ മൃദുവാകണോ? ക്ഷമയെന്ന പുളിമാവ് ഹൃദയത്തിൽ ചേർത്ത് വെച്ചാൽ മതി. മുഖം ഹൃദയത്തിൻ്റെ കണ്ണാടിയാണ്. ഹൃദയഭാവമാണല്ലോ മുഖം വിളിച്ചോതുന്നത്. ഒരു കുഞ്ഞ് ഒരു ദിവസത്തിൽ 200 തവണയിലധികം ചിരിക്കുന്നുണ്ടെന്ന് മനഃശാസ്ത്രജ്ഞർ പറയുന്നു. എന്നാൽ പ്രായപൂർത്തിയായ ഒരാൾ 20 തവണ പോലും ചിരിക്കുന്നില്ലത്രേ. ധ്യാനിക്കണം, എവിടെ പോയി നമ്മൾ ഹൃദയത്തിലെ ശിശുസഹജമായ നിഷ്കളങ്കതയും പാൽപുഞ്ചിരിയുമെല്ലാം? തിരിച്ചറിയണം, അതെല്ലാം നമ്മുടെ ഉള്ളിൽ പതിയിരിക്കുന്ന വെറുപ്പ് നിഷ്പ്രഭമാക്കി കളഞ്ഞു. ഒരിക്കലൊരു ധ്യാനാവസാനം അനുഭവങ്ങൾ പങ്കുവച്ചപ്പോൾ ഒരു യുവതി വേദിയിൽ വന്ന് ഉറക്കെ സാക്ഷ്യപ്പെടുത്തി, 3 വർഷങ്ങൾക്ക് ശേഷം ആദ്യമായാണ് ഈ ധ്യാനാവസരത്തിൽ ഒന്ന് ഹൃദയം തുറന്ന് ചിരിക്കുന്നത് എന്ന്. ദാമ്പത്യ വിശ്വസ്തതയ്ക്ക് ഭംഗം വരുത്തിയ ഭർത്താവിനോടുള്ള വെറുപ്പിൽ ക്ഷമയെന്ന പുളിമാവ് ചേർത്ത് വെച്ചപ്പോഴാണ് വിദ്വേഷത്തിൻ്റെ ബന്ധനം അവളിൽ നിന്ന് വിട്ടുപോയത്. അവളുടെ മുഖം വിടർന്ന് പ്രകാശിച്ചത്.